പുറത്തുനിന്ന് ഇറങ്ങണടാ. നീ എന്ത് കാണിക്കുന്നതാ? എല്ലാവരും നോക്കുന്നതാ, അവരൊക്കെ നോക്കി ചിരിക്കുന്നുണ്ടാ. ഒന്ന് പുറത്തുനിന്ന് ഇറങ്ങണേ. നീ എന്ത് കാണിക്കുന്നേ? ഈ കളി എന്തായാലും കൊള്ളാം. എന്തായാലും ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് വീടുള്ളത് കാര്യമായി. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി നിന്നാലും ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അയ്യോ വേണ്ട, ഇനി വിളിച്ച ആരെങ്കിലും കണ്ടുപിടിച്ചതിനെ എല്ലാവരും കൂടി ഞാൻ വളഞ്ഞിട്ടടിക്കും. ഇതിപ്പോൾ വീട്ടിൽ കക്കം കയറിയിട്ട് വാതിലിനിടയ്ക്ക് പെട്ടുപോയില്ല. എൻ്റെ കൂടെ വന്നവനാന്ന് കാണുന്നില്ല. അയ്യോ അയ്യോ അയ്യോ. 10 മീനെ പിടിക്കേണ്ട എന്നെക്കൊണ്ടാണ് ഈ ഫിഷ് ടാങ്ക് കഴിക്കുന്നത്. എന്തോ ചെയ്യാനാന്ന് പറ. അണ്ണാ, കഴിക്കാനുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ടേ. പ്ലേറ്റെല്ലാം അങ്ങ് നിരത്തി വെക്ക്. ഇവൻ എന്തോ കാണിക്കുന്നത്? ഇത്ര വളർന്നിട്ടും അവന് കുട്ടിക്കളി മാറിയിട്ടില്ല. ബാക്കികളഞ്ഞ കൂടെ നാണം കെടുത്താനായിട്ട്. നിന്നോടാ പറഞ്ഞേ, നിർത്തടാ. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു പിസ്സ കഴിക്കണമെന്നുള്ളത്. എന്തായാലും അത് നടന്നു കിട്ടി. പക്ഷേ എന്നാലും എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടാത്ത കാര്യം ഇതാ. ഈ പിസ്സയ്ക്കെത്തി കാർഡ്ബോർഡിൻ്റെ ടേസ്റ്റ് എന്ന് അറിഞ്ഞൂടാത്ത. എന്തായാലും കുഴപ്പമില്ല, കഴിക്കാൻ നല്ല രസമുണ്ട്. കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാലും സാധനം കിട്ടി. ഇനി പയ്യെ അണ്ണൻ വരുന്നതിന് മുമ്പ് സ്ഥലം വിടാൻ നോക്കാം. അയ്യോ അയ്യോ, സാധനം പോയി. അയ്യോ അയ്യോ, കഥ പറഞ്ഞു. ഇപ്പം എന്താ അണ്ണൻ കയറി വരും. അണ്ണ സുഖം തന്നെ. എന്നെ ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഈ ചേച്ചി ഇത് അവിടെ പോയി കിടക്കുക. എത്ര നേരമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അവരാണ് എവിടെയോ പോയേക്കുന്നത്. ചേട്ടനെ മീശയൊക്കെ കാണാൻ എന്ത് ഭംഗിയാ. എന്തോ ഒരു ഗ്ലാമറാ. ചുമ്മാ ആണോ പെമ്പിള്ളാരെല്ലാം നോക്കുന്നത്? ആ മീശയിരിക്കുന്ന നോക്കിയ കിടില. ഇവൻ എന്നെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട്, അതെങ്ങനെ പൊക്കുന്നത്. എന്താടാ വേണ്ടത്? അത് പിന്നെ ഫെബ്രുവരി മാസമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഉടുപ്പിങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ. അതായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ തരാൻ മനസ്സില്ല. ഒന്നിറങ്ങി പോടാ. അപ്പോൾ ഗൈസ്, വീഡിയോ നിർത്തിയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ബൈ ബൈ.